രാജ്യതലസ്ഥാനത്തേക്ക് ഓടിപ്പോയി വരാം. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ദിവസമാണെന്നറിയാം. ഒന്ന്, ഭാരതീയ നിയമസംഹിത നിലവിൽ വരുന്നു. ആദ്യ കേസ് അത് പ്രകാരം ഡൽഹിയിൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്നുള്ള അപ്ഡേറ്റ് നേരത്തെ വന്നിരുന്നു. അതിനൊപ്പം പാർലമെന്റിന്റെ സമ്മേളനവും പുനരാരംഭിക്കുകയാണ് അല്ലെ? എന്തൊക്കെയാണ് ഇന്ന് പ്രതീക്ഷിക്കാവുന്നത് 10 മണിക്ക് ശേഷം? ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്ന ശേഷം ആദ്യത്തെ കേസ് ഡൽഹിയിൽ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കമലാനഗർ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് പങ്കജ് കുമാർ, അതായത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾക്ക് തടസ്സം വരുന്ന രീതിയിൽ വഴിയോര കച്ചവടം നടത്തുകയും പിന്നീട് ഈ പാൻ മസാല പോലുള്ള സാധനങ്ങൾ വിൽക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ ഈ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റാണ് ശനി ഞായർ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നിപ്പോൾ ലോക്സഭയും രാജ്യസഭയും ചേരാൻ പോകുന്നു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള ചർച്ച തുടരുന്നുണ്ട്. എന്നാൽ നീറ്റ് വിവാദം, അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര ഏജൻസികളെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് സഭയ്ക്കകത്തും പുറത്തും വലിയ തോതിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം.